ധർമ്മ ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ല് തിന്നിട്ടില്ല. ഷെയ്ൻ നിഗം നായകനായ ഹാൽ സിനിമയിലെ ഒരു രംഗം, ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, അത് ഒഴിവാക്കണമെന്ന് പറയുന്നു. മലങ്ങൾ, ഭൂലോക മലങ്ങൾ ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലായി. കൂടാതെ രാഖി ബ്ലർ ചെയ്യണം, മറ്റു ചില വാക്കുകൾ, ധ്വജപ്രണാമം, സംഘം കാവലുണ്ട് തുടങ്ങിയ വാക്കുകൾ അത് നീക്കം ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഇതല്ല, ഇതിലും വലുത് വന്നാലും നമ്മൾ കാണേണ്ടി വരും. നമുക്ക് മനസ്സിലാകും ഇത് ഏത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണെന്ന്. സംഘം കാവലുണ്ട്, ധ്വജപ്രണാമം, അതോടൊപ്പം ബീഫ് ബിരിയാണി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതുള്ളത്. ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നതേ അവിടെ നടക്കാവൂ. രാഖി കാണിക്കുന്ന രംഗം അത് ബ്ലർ ചെയ്ത് കാണിക്കണമെന്നൊക്കെ പറയുന്നു. വളരെ വിചിത്രമായ ന്യായങ്ങളാണ് സെൻസർ ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തി കാണിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ്. ഒരു മേക്കറിന്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങളൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു ടെക്നീഷ്യൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ നമ്മളെന്ത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ് ഗ്രീൻ മാറ്റിൽ. അങ്ങനെ ചെയ്താൽ മാത്രമേ സിനിമക്ക് സെൻസർ നൽകാനാകൂ എന്ന വിചിത്രവാദം കൂടി മുന്നോട്ട് വെക്കും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ദ്രോഹിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല, പക്ഷേ ആരും ദ്രോഹിക്കപ്പെടരുതെന്നുണ്ട്.